വെൽക്കം ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അങ്ങനെ ഇന്നലെ ഡൽഹിയിൽ നിന്നും എയർ ഇന്ത്യയുടെ വിമാനത്തിൽ കയറി ഞാൻ ഇവിടെ ഇങ്ങ് അമേരിക്കയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് പര്യടനമാണ് ഇവിടെ തുടങ്ങുന്നത്. അമേരിക്കയിൽ നമ്മൾ ജോൺ എഫ് കെനഡി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇന്നലെ വന്ന് ലാൻഡ് ചെയ്തത്. എന്നെ കൂട്ടാനായിട്ട് നമ്മുടെ ഫ്രണ്ട് ട്രിപ്പ് കപ്പിൾ സഞ്ജയും റിയയും കൂടെ വന്നിരുന്നു. അവർ എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ അവിടെ അമേരിക്കയുടെ ന്യൂയോർക്കിൻ്റെ അടുത്തുള്ള ഏതോ ഒരു സ്ഥലത്താണ് കേസ്. അവിടെ നമ്മുടെ ഹരിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി. അതായത് ഞാൻ ഇന്ന് രാവിലെ 10:45 ലാൻഡ് ചെയ്തത്. അവിടെ വന്നിട്ട് ഇന്ന് ഫുള്ള് നമ്മൾ ട്രാവലിംഗ് ആണ്. നമ്മൾ യാത്രയൊക്കെ കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ജെറ്റ് ലാഗ് ഒന്നും ഇല്ലാതെ ഇന്ന് ഫുള്ള് ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ ഒരു ഹരിച്ചേട്ടൻ്റെ അവരുടെ കസിനാണ് ഹരിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി. ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്നു. പക്ഷേ എൻ്റെ ക്യാമറയ്ക്ക് എന്തോ എറർ സംഭവിച്ചിട്ട് ആ വീഡിയോ ഒന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. അതാണ് ഞാനതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഹരിച്ചേട്ടൻ്റെ ഇവിടെ ഞങ്ങളിവിടെ ഗ്രീക്ക് ക്വിസീൻ എന്നും പറഞ്ഞിട്ടൊരു ഗ്രീക്ക് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഹായ്, നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണല്ലോ ഹരിച്ചേട്ടാ. നമസ്കാരം. നേരത്തെ എടുത്ത വീഡിയോ ഒന്നും കിട്ടിയില്ല. ഒരു ഹലോ പറഞ്ഞ ക്യാമറയിൽ നോക്കി, നെഞ്ചത്തൊരു ക്യാമറയിൽ യെസ്. അപ്പോൾ യെസ്, ഹായ് ഗൈസ്. കലാപരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ നമ്മുടെ പരിപാടിയല്ലേ ശരിക്കും. ബോസ്റ്റണൊക്കെ പോകണ്ടേ. അപ്പോൾ ഇപ്പോൾ കലാപരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ നടപടിയാവോ? പിന്നെ അവസാനം സഞ്ജു ഞാനും കൂടെ മാറിയിരുന്ന് റിയ വണ്ടി ഓടിക്കേണ്ടി വരും. എന്നാ പിന്നെ അത് പോരെ. ഇവര് 3 പേരും വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് എന്ത് ഓർഡർ ചെയ്യണം എന്ന് ആകെ വണ്ടർ അടിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇവര്. നമുക്കിവിടെ എന്ത് ഓർഡർ ചെയ്യാം, പക്ഷെ ഇവര് 3 പേരും വെജിറ്റേറിയൻസ് ആണ് ഗൈസ്. വണ്ടി ഓടിക്കണമല്ലോ. ഇത് ഓയിസ്റ്റർ, ഇത് കലമാരി ഫ്രൈ, പിന്നെ ഇത് മറ്റേ ഹുമൂസും ബാക്കിയുള്ള സംഭവങ്ങൾ, പീത്ത ബ്രെഡും ബാക്കിയുള്ള പരിപാടികളൊക്കെ. ചേട്ടാ ഇത് ശരിക്കും പച്ചക്കാണ് തന്നേക്കുന്നത്. ഇത് കഴിച്ച വയറിളകും. നമുക്ക് ഞങ്ങൾക്ക് ബോസ്റ്റൺ വരെ പോകാനുള്ളതാ. നിങ്ങൾ തമ്മിൽ എന്താ ശരിക്കും ബന്ധം എന്ന് പറഞ്ഞത്? നിങ്ങളുടെ ആരായിട്ട് വരും ഹരിച്ചേട്ടൻ? അത് അമ്മയുടെ എന്റെ ഭാര്യ ഇവന്റെ അമ്മയുടെ കസിൻ സിസ്റ്റർ. ഓക്കെ. അതായത് അച്ഛന്റെയും അമ്മയുടെയും അവർ അച്ഛന്റെ എന്റെ ഭാര്യയുടെ അച്ഛന്റെ ചേച്ചിയാണ് ഇവന്റെ അമ്മയുടെ അമ്മ. ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് കസിൻസ് ആണ് എന്റെ ഭാര്യയും ഇവന്റെ അമ്മയും ഫസ്റ്റ് കസിൻസ്. വളരെ സിമ്പിൾ ആയിട്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ വയറിളകുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ പോണ വഴിക്ക് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. വയറുള്ളതാണെങ്കിൽ തന്നെ ഇച്ചിരി നാരങ്ങ ഒഴിക്കുക, അതേ ഈ സാധനം ഇച്ചിരി ഇടുക, ഗാർലിക് സോസ് ഇടുക. കഴിച്ചിട്ടുണ്ടായിരിക്കും സുഹൃത്ത് നേരത്തെ. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ആ ചൈനയിലൊക്കെ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങനല്ല, അത് വേറെ രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്തിരുന്ന. ഇതിങ്ങനെ എന്തോ ചൂടാക്കി ചെയ്യുന്ന പരിപാടിയൊക്കെ അല്ലേ അല്ലേ? നമ്മുടെ സിനിമയിലെ ദുൽഖർ സൽമാൻ ഓയിസ്റ്റർ ചൂടാക്കി കണ്ടിട്ടില്ലേ? ഇതൊക്കെ മറ്റേ റിച്ച് പീപ്പിൾസ് ഫുഡ് അല്ലേ? പക്ഷെ ചൈന പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചീപ്പാണോ? ഇതിങ്ങനെ എടുത്ത് വെച്ചാൽ വെറുതെ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എല്ലാ സാധനങ്ങളും. ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാട്ടോ ഗൈസ്. ഈ ഓയിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇത് റോ ആണ്. ആ സാധനം ഉണ്ടല്ലോ, അത് റോ ആണ്. പച്ച ഓയിസ്റ്റേഴ്സ് ആണ് കഴിച്ചത് ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ കുക്ക്ഡ് ആയിട്ടുള്ള എന്തോ സാധനമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കഴിക്കട്ടെ. അതെന്ത് സാധനം? അത് ഇവിടെ വേറെ ഒന്നും കിട്ടാത്ത കാരണം ബ്രേക്ക്ഫാസ്റ്റിന്റെ സാധനം പറഞ്ഞു. ഫ്രഞ്ച് ടോസ്റ്റ് ഓർഡർ ചെയ്ത് കാണാം. വിപ്പിംഗ് ക്രീമും മേപ്പിൾ സിറപ്പും ഷുഗർ പൗഡറും സ്ട്രോബെറി. എനിക്ക് വയ്യ. ഇത് ഫ്രഞ്ച് ഫ്രൈസ് കണ്ടോ ഗൈസ്? നിങ്ങൾ ഇങ്ങനത്തെ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടിട്ടുണ്ടോ? നോക്കി, ഇത് കണ്ടോ? ഇത് ശരിക്കും കിഴങ്ങ് മുറിച്ച് വറുത്തിരിക്കുക കേട്ടോ, അല്ലേ? ഒറിജിനൽ ഫ്രഞ്ച് ഫ്രൈസ്. ഇത് കണ്ടോ എന്തോ വലിപ്പമാണെന്ന്. ഇത് എന്തോന്നടേ, ഇത് ഇത്രയും വലിയ കിഴങ്ങൊക്കെ ഉണ്ടോ ഇവിടെ? പിന്നെ അത് ശരി. ഇത് നോക്കി, അടിപൊളി. Salmon, right? Yeah, that is for me. Thank you. ചേട്ടൻ എന്നാ ഓർഡർ ചെയ്തേ? ഫിഷോ? ആ, താങ്ക് യു. ഇതെന്ത് ഫിഷാണ്? ആ, കൊള്ളാം കേട്ടോ. ആ പ്രിപ്പറേഷനും അതേപോലെ തന്നെ പ്രസന്റേഷനൊക്കെ കണ്ടോ. ഞാൻ ഒരു സാൽമൺ ആണ് പറഞ്ഞത്. സാൽമൺ ഇത്തരത്തിലാണ് കൊണ്ട് തന്നിരിക്കുന്നത്.
കഴിച്ചോട്ടെ അങ്ങനെ റിയ ആണെങ്കിൽ ഒരു ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓംലെറ്റ് നിങ്ങൾ മുട്ട കഴിക്കും, റിയ മുട്ട കഴിക്കും. അച്ഛനും മോനും ഒന്നും കഴിക്കുകയില്ല. പ്യുവർ വെജ്. അതാണ് അവൻ വേണ്ട കാണിക്കുന്നത് കേട്ടോ. എന്നെ വെച്ച് കണ്ടിട്ടാണ് അവനങ്ങനെ കാണിക്കുന്നത്. ഈ പ്രശ്നമാണല്ലേ അവന് കാര്യമായിട്ട്. ഗൈസ് അവൻ അങ്ങനെയാണ്. അവൻ ബോൺ വെജിറ്റേറിയൻ ആണ്, റൈറ്റ് ഫ്രം ബർത്ത്. അത് കണ്ടതിന്റെ പ്രശ്നം, പറഞ്ഞതിനാണോ പ്രശ്നം? എടാ അത് പൊട്ടറ്റോ ആണ്, മാഷ് പൊട്ടറ്റോ. പ്രിയപ്പെട്ട സഞ്ജു, എന്റെ യാത്രകളുടെ ഒരു പുസ്തകം സഞ്ജുവിന് കഴിഞ്ഞ വന്നപ്പോ പുസ്തകം കൊണ്ടുവന്നില്ലായിരുന്നു. ഇത്തവണ വന്നപ്പോഴത്തേക്ക് 4-5 പുസ്തകം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊരു കഴിഞ്ഞൊരു 3 വർഷം കൂടിയിട്ട് ഇപ്പൊ ഞാൻ വായനാപ്രാന്ത് വീണ്ടും തുടങ്ങിയേക്കാണ്. മാസം 1 ബുക്ക് 2 ബുക്ക് വെച്ച് തീർക്കുന്നുണ്ട്. അപ്പൊ എന്താ വായിച്ചത്? ഇത് എനിക്ക് ചുമ്മാ എന്നാ പറയും, എനിക്ക് ഓട്ടോഗ്രാഫി ചെയ്ത് ഞാൻ ഓദർ കോപ്പിയാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും ഞാൻ ചെയ്തുതരും, ഞാൻ എഴുതരും. പക്ഷെ എന്നാലും അത് ഓദർ കോപ്പിയാണ് ഞാൻ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഓദർ കോപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓദറിന് ഓരോ എഡിഷൻ ഇറങ്ങുമ്പോഴും നമുക്ക് ഇത്ര കോപ്പി വെച്ച് അയച്ചു തരും. അതാണ് ഓദർ കോപ്പി. വെരി സ്പെഷ്യൽ ആണ്. യെസ്, ദാറ്റ്സ് സ്പെഷ്യൽ. അപ്പൊ ഹരിച്ചേട്ടാ, സീ യു. താങ്ക്സ് ഫോർ ദ നിങ്ങളുടെ ട്രിപ്പുകളൊക്കെ ഗംഭീരമാവട്ടെ. ഇനി എവിടെ ബഞ്ചി ജമ്പിങ് ചെയ്യാൻ പോകുന്നത്? നേപ്പാളിൽ പോയി ബഞ്ചി ജമ്പിങ് ഒക്കെ ചെയ്ത് തകർത്തിട്ട് സ്വിങ്, എവറസ്റ്റിൽ സ്കൈ ഡൈവ്, ഹോട്ട് എയർ ബലൂൺ, പിന്നെ മറ്റേ ആ ചെറിയ സാധനത്തിൽ പറക്കില്ല. അഭ്യാസം, ഫുൾ അഭ്യാസം. കാലിഫോർണിയയിലെ നമുക്ക് ബുർജ് ഖലീഫയുടെ മേളിൽ കയറണ്ടേ? അതിന്റെ മേളിൽ കയറി മറ്റേ ആ മേളത്തെ സാധനത്തെ കയറി പിടിച്ച് നിൽക്കണ്ടേ? അപ്പൊ ശരി, അതാ ഞങ്ങൾ നീങ്ങട്ടെ. ശരി, അപ്പൊ ബൈ, സീ യു, ബൈ. ഓക്കെ, വരുമ്പോ കാണാം. ഇന്ത്യൻ വിസ സെന്റർ എന്നും പറഞ്ഞോണ്ടൊരു കട ഇവിടെ അമേരിക്കയിൽ. പാൻ കാർഡ് ഒക്കെ എടുക്കാൻ പറ്റും ഇവിടെ. അത് ശരി, അതായത് അമേരിക്കയിലെ ഇന്ത്യൻ ഒറിജിനൽ ആൾക്കാരെ പിടിയുന്ന കടയാ അല്ലെ? എന്ത് കാര്യങ്ങളും അവർ ചെയ്തു തരും. എല്ലാ വിസ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും. ഇവിടെ ഒരു ഹിൽ സൈഡ് ദോശ ഹട്ട്. ഇതൊരു ഇന്ത്യൻ സ്ട്രീറ്റ് ആണല്ലോ ഇത് കംപ്ലീറ്റ്. ഇവിടെ മൊത്തം ഇന്ത്യൻ റെസ്റ്റോറന്റും പരിപാടികളൊക്കെ. അപ്പോ ഹരിച്ചേട്ടനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പൊ പോകാൻ പോകുന്നത് എവിടേക്കാ? നമ്മളിപ്പോ പോണത് ന്യൂ പോർട്ട് എന്ന് പറയുന്നുണ്ട്. സുജിത് ബ്രോ വേറെ എന്താണ് ഞങ്ങളെക്കാളും മുമ്പ് 50 സ്റ്റേറ്റ് കിടക്കും എന്നല്ലേ പറഞ്ഞേക്കാം. അത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. ഞങ്ങള് ആദ്യം പോണത് നമ്മള് റോഡ് ഐലൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റിലോട്ടാണ്. ഭയങ്കര ഭംഗിയുള്ള സ്റ്റേറ്റ് ആണ്. അതുപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതൊക്കെ കാണാനാണ് ലോകത്ത് ഏറ്റവും സ്മോളസ്റ്റ് സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു കാലത്ത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ എക്കണോമി ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ വലിയ മാൻഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ മാൻഷൻസ് ഇപ്പോഴും അവിടെ ഉണ്ട്. നമുക്കത് കാണാൻ പറ്റും തോന്നും. ഇപ്പോൾ നമ്മൾ ലേറ്റ് ആവാണ്ട് എത്താമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം കാണാം. പക്ഷെ നമ്മൾ പോണത് വേറൊരു സ്റ്റേറ്റൊക്കെ കടന്നാണ്. മാസച്യൂസെറ്റ്സ്, കണക്റ്റിക്കട്ട് കടന്നിട്ടാണ് കണക്റ്റിക്കട്ട്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് റോഡ് ഐലൻഡിലോട്ട് നമുക്ക് പോവാം. ഞങ്ങളിപ്പോ ഒരു വഴിയിൽ ട്രാഫിക്കിൽ പെട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ എങ്ങോട്ടാ ശരിക്കും പോകുന്നത്? പ്രൊവിഡൻസ് നമ്മളിപ്പോ പോകുന്നത് ന്യൂ പോർട്ട് എന്ന് പറഞ്ഞിട്ട് റോഡ് ഐലൻഡിലെ ഒരു കുഞ്ഞു ടൗൺ. ഇത് പോകുന്നില്ലല്ലോ, ഫുഡ് ബ്ലോക്ക് അല്ലേ? ഞാൻ തള്ളി നിൽക്കാൻ ശ്രമിക്കും. ഇതിപ്പോ എനിക്ക് എറണാകുളത്ത് നിന്ന് പാലിയേക്കര വഴി തൃശ്ശൂർക്ക് പോകുന്നവരുണ്ട്, അതുപോലെ മാപ്പ് കാണിക്കുന്നത് അടുത്തൊരു 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ട്രാഫിക് ഉള്ളൂ എന്നാണ് പറയുന്നത്. അത് കഴിയുമ്പോ സ്പീഡ് കൂടുതൽ പ്രതീക്ഷിക്കുന്നു, അറിയില്ല. ഫുള്ള് ബ്ലോക്ക് ആണ് ഗൈസ്. അമേരിക്കയുടെ മാപ്പിൽ നിങ്ങൾക്ക് ന്യൂയോർക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന് സമീപത്തായിട്ട് ഒരു നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഐലൻഡ് കാണാൻ സാധിക്കും. ലോങ് ഐലൻഡ് എന്നാണ് ഐലൻഡിന്റെ പേര്. ആ ലോങ് ഐലൻഡിന്റെ ഒരു സ്റ്റാർട്ടിങ് ഭാഗത്തോടെയാണ് ഞങ്ങളിപ്പം റോഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് കാണുന്ന ഇത് ശരിക്കും നദിയല്ല, ഇത് കടൽ ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇത് കടലുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കയറി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ ഒരു ഭാഗം കര എന്ന് പറയുന്നത് ശരിക്കും ലോങ് ഐലൻഡിൻ്റെ ആരംഭമാണ്. 1961 ഇവിടെ നിർമ്മിച്ച ഒരു പാലത്തിലോട്ടാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ബോറോസ് നെക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലമുണ്ട്, അത് ക്രോസ് ചെയ്യുന്ന ഒരു പാലമാണ്. ഇത് ഇവിടുത്തെ ഇന്റർ റീജിയണൽ ട്രെയിൻ ആയിരിക്കും അല്ലേ? പല സിറ്റി ടു സിറ്റി പോകുന്നതല്ലേ? ലോക്കൽ ട്രെയിനാ? അത് ശരി. അങ്ങനെ നമ്മൾ ഹോം ഓഫ് പിസ ക്യാപിറ്റൽ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന കണക്റ്റിക്കട്ട് എന്ന് പറഞ്ഞ സംസ്ഥാനത്തേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടല്ലേ സംസ്ഥാന വൈസ് പുതിയ റോഡ് ടാർ ചെയ്ത് വെച്ചിരിക്കുന്നത്, സെയിം ഈ സ്റ്റേറ്റിന്റെ ബോർഡർ വരെ.
യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ റോഡ് ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. റോഡ് ഐലൻഡ് ഇത് എന്താണ്, നിമിഷ നേരങ്ങൾ കൊണ്ടെത്തിയല്ലോ. അടുത്ത സംസ്ഥാനത്തേക്ക് വണ്ടി ഉണ്ടോ? റോഡ് ഐലൻഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ 50 സ്റ്റേറ്റ്സിൽ അവസാനമായിട്ട് അങ്ങനെയാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യത്തെ 13 സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നല്ലേ, ഇതില് അവസാനമായിട്ട് ചേർന്നത്. ഓ അങ്ങനെ, ഓക്കെ ഓക്കെ. അതായത് അമേരിക്ക ഉണ്ടായപ്പോൾ ആദ്യം 13 സ്റ്റേറ്റ്സ് ആണ് ആദ്യം ഉണ്ടായത്. അതിൽ അവസാനമായിട്ട് ചേർന്ന സ്ഥലമാണ് റോഡ് ഐലൻഡ്. പിന്നെ അമേരിക്കയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം അല്ലെ, 50 സംസ്ഥാനങ്ങളിൽ ഏറ്റവും സ്മോളസ്റ്റ് സ്റ്റേറ്റ് റോഡ് ഐലൻഡ് ആണ്. ചെറുതാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാശ് മറിഞ്ഞേർന്ന ഒരു സ്ഥലമാണ് റോഡ് ഐലൻഡ്. ഭയങ്കര ഭംഗിയായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഈ ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ പണക്കാര് വന്നിട്ട് അവരുടെ വെക്കേഷൻ ഹൗസ് കൊട്ടാരം വരെ പണിതുകൊണ്ടിരുന്ന സ്ഥലമാണ് റോഡ് ഐലൻഡ്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അവസാനമായിട്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെല്ലാവരും വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ഒരു ജഡ്ജിന്റെ വീഡിയോസ്. പുള്ളിയുടെ പേരെന്തായിരുന്നു? ഫ്രാങ്ക് കാപ്രി. നമ്മളെ ഈ ജഡ്ജിന്റെ ഒരു വീഡിയോസ് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ പുള്ളിയുടെ മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം. ആ പുള്ളിയുടെ സ്ഥലമാണ് റോഡ് ഐലൻഡ്. ഞങ്ങളങ്ങനെ റോഡ് ഐലൻഡിലേക്ക് കയറിയപ്പോഴത്തേക്കിനും മഴ നമ്മളെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി മഴ. അയ്യോ, ഇതെന്തോ ഒന്നും കാണാത്ത രീതിയിൽ മഴ. പുറകിലെല്ലാം പറപ്പിച്ച് വരികയായിരിക്കും ഹൈവേയിൽ. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാനിപ്പോൾ വന്നിരിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൻ്റെ സമയം എന്ന് പറയുന്നത് അവിടെ ടൈഫൂണിൻ്റെ കാലഘട്ടമാണ്. അതായത് ഈ എന്താ പറയുക, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഏത് സമയത്തും ചുഴലിക്കാറ്റ് വരാവുന്ന ഒരു സമയമാണ് ഞാനീ പോകാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ. ഞങ്ങളിപ്പോൾ ന്യൂ പോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ബേസിക്കലി 2 കടലെടുക്ക് പോലെയുള്ള 2 അത് കിടില പാലമാണല്ലോ. ഇത് മറ്റേ ബഹ്റിനിൽ നിന്ന് സൗദിക്ക് പോകുമ്പോൾ കാണുന്ന പാലം പോലുള്ള ഒരു പാലം. ഇത്തരത്തിലുള്ള 2 പാലങ്ങൾ നമ്മളിപ്പോൾ ക്രോസ് ചെയ്യും. പാലം ക്രോസ് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. മൊത്തത്തിൽ ഇങ്ങനെ ഇപ്പൊ ഈ ഭാഗം ഒരു ക്ലൗഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ ഭാഗത്തൊക്കെ നോക്കി അത് കടലാണ് അവിടെ. നമ്മളിപ്പോ വലിയൊരു ഐലൻഡിലേക്ക് കയറുകയാണ്. ഇനിയിപ്പോ നമ്മൾ വീണ്ടും ഒരു ബ്രിഡ്ജ് ഇതേപോലത്തെ ക്രോസ് ചെയ്യും. ജെയിംസ് ടൗൺ എന്ന് പറഞ്ഞ ഒരു ഐലൻഡാണിത്. ജെയിംസ് ടൗൺ എന്ന് പറഞ്ഞ ഐലൻഡ് ഇത് അത്യാവശ്യം വലിയ ഐലൻഡാണ്. ഈ ഐലൻഡിൽ നമ്മളിപ്പോ ന്യൂ പോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വീണ്ടും ഒരു പാലം കയറും. ന്യൂ പോർട്ട് എന്ന് പറയുന്നതും വേറൊരു ഐലൻഡാണ്. ഇവിടെ കുറെ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉള്ള ഒരു ഏരിയ ആണിത്. ഗംഭീര ബ്രിഡ്ജ് കേട്ടോ. എനിക്കൊന്നും ഇതിന് അടിയിൽ കൂടെ വല്ല കപ്പലൊക്കെ പോകാനുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത്രയും പൊക്കി വെച്ച് പണിതേക്കുന്നത്. ഇത് ഇവിടുത്തെ ടോൾ പ്ലാസയാണ് കേട്ടോ. ചുമ്മാ അങ്ങ് ഓടിച്ചു പോയാൽ മതി. അങ്ങനെ നമ്മൾ അടുത്ത പാലം കയറുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ ടോൾ പ്ലാസകളിൽ മറ്റേ ബൂം ബാരിയർ വെച്ചിട്ട് വണ്ടികൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ ടോള് കൊടുക്കാതെ ആരെങ്കിലും യാത്ര ചെയ്യുവാണെങ്കിൽ അത് പിരിക്കാനുള്ള സെറ്റപ്പ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ശരിക്കും ആ സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ ആ ബൂം ബാരിയറും ടോൾ പ്ലാസകളും ടോൾ ഗേറ്റുകളും ഒന്നും നമുക്ക് വേണ്ട, ഇല്ലാണ്ട് ഒഴിവാക്കാൻ പറ്റും. ആ ഭാഗത്ത് ഇങ്ങനെ കല്ല് ഇങ്ങനെ ചിതറി കിടക്കുന്ന പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ, ചെറിയ യാട്ടുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. ഇഷ്ടംപോലെ ബോട്ടുകളും മറ്റേ കിടപ്പുണ്ട്. നല്ല കുടുക്കമുള്ള പാലം, പാച്ച് വർക്ക് ചെയ്തിരിക്കുന്ന റോഡ് ഐലൻഡിലെ റോഡിന് അപ്പുറവും ഇപ്പുറവും കംപ്ലീറ്റ് സെമിത്തേരിയാണ് കേസ്. നോക്കൂ, അവിടെ ഇവിടെ എല്ലാം നമ്മൾ വലിയൊരു സെമിത്തേരിയുടെ നടുക്കൂടെ ഉള്ള റോഡിലൂടെയാണ് പോകുന്നത്. ബോസ്റ്റണിലേക്ക് പോകുന്ന ബസ്, ബോസ്റ്റൺ ടു ന്യൂ പോർട്ട്. ജൂയിഷ് സെമിട്രി ആണ് അവരുടെ. വേറെ ഏതോ ലാംഗ്വേജ് എഴുതിച്ചിരിക്കുന്നുണ്ടോ? ഇവിടെ ഒരു പഴയ റെയിൽവേ, നമ്മൾ മറ്റേ കംബോഡിയയിൽ ചെയ്ത സാധനം ഇവിടെ ഉണ്ട്. അത് കണ്ടോ, റെയിൽ എക്സ്പ്ലോറേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ സാധനം ഞാൻ കംബോഡിയ പോയപ്പോൾ ചെയ്തായിരുന്നു. അതേ സാധനം അതുകൊണ്ട് 10,000-2,000 രൂപ കൊടുത്ത് ചെയ്ത സാധനമാണ്. അത് ഇവിടെ ഉണ്ട് കേട്ടോ, ഉണ്ടല്ലേ. പക്ഷെ ഞാനിവിടെ 2,000 രൂപ ചെയ്ത സാധനം ഇവിടെ അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇവിടെ ഒരു പഴയ ഒരു ലോക്കോ ഇട്ടിട്ടുണ്ട്. ന്യൂ പോർട്ട്സ് ആൻഡ് എന്തോ നാരങ്ങ സെറ്റ് ബേ റെയിൽ റോഡ്, നാരങ്ങ സെറ്റ്, എന്തൊക്കെ പേരാണ് പോയത്. എന്തൊക്കെ പരിപാടിയാണ്. പഴയ റെയിൽവേ സ്റ്റേഷനാണ്. അതിന്റെ ട്രാക്ക് ഇവിടെ വരെ ഉള്ളൂ. ഷെവർലയുടെ കോർവെറ്റ് എന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് കാർ കിടക്കുന്നുണ്ട്. അത് ഇട്ടിരിക്കുന്നുണ്ടല്ലോ എങ്ങനെയാണെന്ന്. പ്രൗഢിയുള്ള ജന്മികൾ താമസിച്ചിരുന്ന ഇലുമിനാറ്റിയുടെ ആൾക്കാരൊക്കെ താമസിച്ചിരുന്നു. ഇലുമിനാറ്റിയുടെ ആൾക്കാരോ? വാൻഡർബിൾറ്റും ആൾക്കാരൊക്കെ താമസിച്ചിരുന്ന മാൻഷൻസ് ആണ്. വെക്കേഷൻ ഹൗസ്. ഓ, നിങ്ങക്ക് മനസ്സിലായോ ഗൈസ്? നമ്മുടെ ചെട്ടിനാട് മാൻഷൻസ് ഇല്ലേ, ചെട്ടിനാട്, അവിടത്തെ പിന്നെ ചെട്ടിനാട്ടിലെ ആൾക്കാർ ഉണ്ടാക്കിയ പരിപാടിയാണെന്ന് പറയാം. പക്ഷെ ഇതെന്ന് പറയുന്നത് വലിയ ധനികരുടെ വെക്കേഷൻ ഹൗസുകളുള്ള വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള വീടുകളും മറ്റുമൊക്കെയുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ന്യൂ പോർട്ട് എന്ന് പറയുന്നത്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഓരോ വീടുകളാണ്. ഇതിനകത്തെ ചില വീടുകളിലൊക്കെ ചില കൊട്ടാരങ്ങളിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി കാണാനുള്ള
സൗകര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അത് നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളിപ്പോൾ ലേറ്റ് ആയിപ്പോയി. ഇതിവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ കാണുന്നത്, സാൽവേ റെജീന യൂണിവേഴ്സിറ്റി. ഇത് വീടാണോ? യൂണിവേഴ്സിറ്റി ആണോ? ഏയ് അല്ല, വീടാണ്. കൊട്ടാരമാണ്. ഈ കാണുന്ന ഈ ഒരു വലിയ ഗേറ്റ് കണ്ടോ, ഇതിവിടത്തെ ദ ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞുള്ള ഒരു മാൻഷനാണ്. 1895 നിർമ്മിച്ച ഒരു മാൻഷൻ. ശരിക്കും ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ചെട്ടിനാട് പോകുമ്പോൾ കാണുന്നത് പോലെ തന്നെയാണ്. അതായത് ചെട്ടിനാട് നമ്മൾ കാണുന്ന പോലെ ചെട്ടിനാട് സ്റ്റൈലിലുള്ള മാൻഷൻസ് കാണത്തില്ലേ, അതേപോലെ ഇപ്പോൾ ഇവിടെ ഒരു മാൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ കോമ്പൗണ്ട് കഴിഞ്ഞ് അപ്പുറത്ത് ഇതേപോലെ തന്നെ വലിയൊരു സ്ഥലത്ത് വേറെ മാൻഷൻ ഉണ്ടാവും. അതാണ് ബേസിക്കലി സംഭവം. ഇത് എല്ലാ ദിവസവും വൈകിട്ട് 5 മണി വരെ നമുക്ക് ഇതിനകത്ത് കയറി സന്ദർശകർക്ക് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ബേസിക്കലി ഇപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ രാജാവിൻ്റെ കൊട്ടാരം, പിന്നെ പല കൊട്ടാരം, ആ കൊട്ടാരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ ഒരു കുഞ്ഞു മനുഷ്യരുടെ കൊട്ടാരമാണ് ഈ കാണുന്ന ഇതുപോലെയുള്ള പല മാൻഷൻസും. കണ്ടു കഴിഞ്ഞാൽ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ പോലെയുണ്ട്. പക്ഷേ ഇത് ഹോട്ടലല്ല, ഇത് ആളുകൾ താമസിക്കുന്ന വീടാണ്. അവരുടെ വെൽക്കം മറ്റേ വിസിറ്റർ സെൻറ്റർ ഏരിയയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റായി, വൈകിട്ട് 7 മണി ആയതുകൊണ്ട് അത് ക്ലോസ് ആയി. പക്ഷേ കുഴപ്പമില്ല, റോഡ് ഐലൻഡ് ഈസ് നൈസ് പ്ലേസ്. ഞങ്ങളിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ബ്രേക്കേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പാലസിൻ്റെ സമീപത്ത് അതിൻ്റെ ഇപ്പുറത്തെത്തി ഈ ഒരു ഏരിയ. അപ്പോൾ ഈ കൊട്ടാരം ഇരിക്കുന്നത് നമുക്ക് സീ സൈഡാണ്. ആ സീ സൈഡിൽ ഇത്തരത്തിലുള്ള ഒരു ക്ലിഫുണ്ട്. ആ ക്ലിഫിൻ്റെ സൈഡിലൂടെ നമുക്ക് ഇതുപോലെ ഒരു വാക്കിംഗ് പാത്തുണ്ട്. ഈ ഒരു വാക്കിംഗ് പാത്തിലൂടെ നമുക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ട പാലസിൻ്റെയൊക്കെ സൈഡിൽ കൂടെ മുന്നിൽ കൂടെയൊക്കെ പോകാൻ പറ്റും. ഇതാണ് ക്ലിഫ് ഫോക്ക് ന്യൂപോർട്ട് എന്ന് പറഞ്ഞിട്ട് റോഡ് ഐലൻഡിലെ ആ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്തും, അതായത് ഈസ്റ്റേൺ ബീച്ച്, 40 സ്റ്റെപ്സ്, പിന്നെ ഓരോ എസ്റ്റേറ്റ്, ഇതാണ് ബ്രേക്കേഴ്സ് നമ്മളിവിടെ ഉള്ളത്. ഇത് വിൻലാൻഡ് എസ്റ്റേറ്റ്, പിന്നെ ഇവിടെ ആംഗ്ലേഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് എന്തൊക്കെയാണുള്ളത്. ഇവിടെ ഒരു ചൈനീസ് ടീ ഹൗസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവമുണ്ട്. ആണല്ലേ, ആ ഒരു ചൈനീസ് സ്റ്റൈലിലെ ഒരു വീട് അവിടെ കാണാം. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് ഈ ഒരു സ്ഥലത്തോട് ഇങ്ങനെ നടന്ന് ദൂരെ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ഓ വാവ്, ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ആ ഒരു കളറൊക്കെ ആയിട്ട് ആ ഒരു പാലസ് കാണാൻ എന്ത് രസമാണ്. ഓ, ഇവിടെ കാണുന്ന ഈ ഒരു കൊട്ടാരം പോലത്തെ സംഭവം അതിങ്ങനെ കടലിൻ്റെ മേളിൽ കൂടെ ഉള്ള ഒരു ആകാശ ദൃശ്യത്തിൽ കാണാനായിട്ട് അതൊരു പ്രത്യേക ഭംഗിയാട്ടോ. അത് ഭയങ്കര ഭംഗിയാണ് ആ ഒരു പാലസ്. ഈ ഒരു പാലസ് മാത്രമല്ല, ഇവിടെ സമീപത്ത് വേറെയും പല രീതിയിലുള്ള പല തരത്തിലുള്ള കൊട്ടാരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു അട്രാക്ഷൻ. ശരിക്കും ഇതുപോലെയുള്ള സീ സൈഡിലും അല്ലാതെയുമുള്ള ധാരാളം കൊട്ടാരങ്ങളും കൊട്ടാര സമാനമായിട്ടുള്ള വീടുകളും മറ്റുമൊക്കെ മാൻഷൻസും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ന്യൂപോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ മഹാബലിപുരത്തെ ബീച്ച് ഹൗസുകളും അതേപോലെ തന്നെ മഹാബലിപുരത്ത് കടലിനോട് ചേർന്ന് ആളുകളുടെ പലതരത്തിലുള്ള ഹോളിഡേ ഹോമുകളൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ അമേരിക്കയിലെ ധനികരായിട്ടുള്ള അല്ലെ സമ്പന്നന്മാരായിട്ടുള്ള ആളുകളുടെ വീടുകളും അവരുടെ കൊട്ടാരങ്ങളുമാണ് നമുക്ക് ഇവിടെ ഈ ഒരു കടൽ തീരത്ത് നമുക്ക് ഈ കാണാൻ സാധിക്കുന്ന പല വലിയ വലിയ മണിമാളികകളും. അമേരിക്കൻ പബ്ബുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ടിപ്പിക്കൽ അമേരിക്കൻ സ്ഥലമാണ്. അവിടെ രണ്ട് അപ്പൂപ്പന്മാരുണ്ട് പാട്ടാ. ഞങ്ങളിപ്പോൾ ന്യൂപോർട്ടിലുള്ള ഒരു ബ്രൂവറിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബ്രൂവറി, അവിടെ ബിയർ ഉണ്ടാക്കുന്ന സ്ഥലം, അതാണ് ബ്രൂവറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കിടക്കുന്ന ബസ് കണ്ടോ, ഇത് ഇവരുടെ ആളുകൾ താമസിക്കുന്ന കാരവൻസ് ആണ്. നമുക്ക് ഈ ബസ്, ഇതുപോലെയുള്ള ബസ്സൊക്കെ റെൻറ്റിനെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കറങ്ങാം. ഇത് എനിക്കൊന്ന് ആ ചേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത്. പല ആൾക്കാരും ഇത്തരത്തിലുള്ള വലിയ ബസ്സുകളിൽ അവർ ട്രാവൽ ചെയ്യുകയും അവർ താമസിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു ഗംഭീര ലക്ഷൂറിയസ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. ഇത് അവരുടെ ഒരു ട്രെയിലർ, അതിനകത്ത് അവരുടെ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന എക്സ്ട്രാ ട്രെയിലർ ഒക്കെ ആയിട്ട് ഇതുപോലുള്ള കുറേ ബസ്സുകൾ നമുക്ക് റോഡിൽ കാണാൻ സാധിക്കും പല സ്ഥലത്തായിട്ട്. ഇതാണ് ഞങ്ങൾ വന്ന ആ ഒരു ബ്രൂവറിയുടെ പേര്. ഇതെന്താ സംഭവം എന്ന് വായിച്ചു നോക്കിയേ. ഇത് നരഗാൻ സെറ്റോ അങ്ങനെ എന്തോ ആണത്. നാരങ്ങ സെറ്റ് എന്ന് നമുക്ക് ഇവിടെ പറയാം. നമുക്ക് തൽക്കാലം ഇവനെ നാരങ്ങ സെറ്റ് എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ ആ നാരങ്ങ സെറ്റ് ബ്രൂവറിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അകത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഭയങ്കര സെറ്റപ്പാണ്. കയറി വരുമ്പോൾ തന്നെ ഇവരുടെ നാരങ്ങ സെറ്റിൻ്റെ ടീഷർട്ടൊക്കെ വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇവരുടെ സുവനീറുകളൊക്കെ പോലെ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ കുറേ ടീഷർട്ടുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഈ ഒരു ബ്രൂവറി എന്ന് പറയുന്നത്. ഇത് ഒരു ഫാമിലി പ്ലേസ് ആണ്. ഇവിടെ ആൾക്കാർ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇരിക്കുന്ന കിഡ്സ് പ്ലേ ഏരിയ മറ്റൊക്കെ ഇതിനകത്തുണ്ട്. സോ അവിടെ നമുക്ക് എവിടെയെങ്കിലും പോയിരുന്നിട്ട്
നമുക്ക് ബിയറൊക്കെ കഴിക്കാം. ഇതാണ് ഇവരുടെ ബിയർ സംഭവങ്ങളൊക്കെ. ക്യാനും കിട്ടും, അല്ലാതെ പല സംഭവങ്ങളും കിട്ടും. ഇതാണ് ഇവരുടെ ആ ഒരു ബിയറൊക്കെ എടുത്തു തരുന്ന സ്ഥലം. പിന്നെ അതിൻ്റെ ബാക്കിൽ ആ കാണുന്നതാണ് ഇവരുടെ ബ്രൂവറി. അത് ഇവരിവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ബിയറാണ് ഇവർ ഇവിടെ വെക്കുന്നത്. അവിടെയാണ് ഈ കണ്ട ആൾക്കാരൊക്കെ ബിയർ കഴിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഓ, ഇതാണ് ഇവിടുത്തെ ബിയർ. ഇങ്ങനെ ഗ്ലാസ്സിലാണ് ബിയർ കിട്ടുന്നത്. എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ബിയറുകളെന്നാണ് അവകാശപ്പെടുന്നത്. എനിക്കറിയില്ല. ഓർഗാനിക് ബിയർ ആണോ? അതറിയില്ല. ഓർഗാനിക് ബിയർ ആണോ ഗൈസ്? ചിയേഴ്സ്. നാരങ്ങ സെറ്റ് ബിയർ. ചിയേഴ്സ് ഗൈസ്. ഇതെന്ത് ബിയറാ? അപ്പൊ ഇനിയിപ്പോ ഡ്രൈവർ ചേഞ്ച് ആയിരിക്കും. ഇനി വണ്ടി ഓടിക്കുന്ന ആൾ അങ്ങോട്ട് മാറും. ഹലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബിയറൊക്കെ കഴിച്ചിറങ്ങി. ഈ കാണുന്ന ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് രാത്രി താമസിക്കുന്നത്. നമ്മൾ ഇന്ന് ബോസ്റ്റണിലേക്ക് പോകുന്നില്ല, കാരണം ലേറ്റ് ആയി. സോ വി തോട്ട് ഓഫ് സ്റ്റേയിങ് ഹിയർ ഇൻ ദിസ് ടൗൺ. പ്രൊവിഡൻസ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ പ്രൊവിഡൻസ് എന്ന് പറയുന്നത് റോഡ് ഐലൻഡിന്റെ ക്യാപിറ്റലാണ്. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് നൈറ്റ് ഓഫ് ദിസ് ട്രിപ്പ്. ദാറ്റ് ഈസ് വി ആർ സ്റ്റേയിങ് ഇൻ പ്രൊവിഡൻസ് എന്ന് പറഞ്ഞ ടൗൺ. ഹലോ, ഹൗ ആർ യു? എന്താടാ കുട്ടാ? ഞാൻ വരുന്നത് ചെക്ക് ഇൻ ചെയ്യണമല്ലോ. ഹായ്. ഗുഡ് മോർണിംഗ്. ഐ ഹാവ് എ ബുക്കിംഗ്. Sujit Bhakthan. It would be great if you can change that twin room to a queen room. Yeah, king room. Which one? I booked a king room and one twin room. So, if you have a king room, make it 2 king rooms. So guys, അങ്ങനെ നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മുറി എന്ന് പറയുന്നത്. 2 വലിയ ബെഡ്, 4 പേർക്ക് കിടക്കാൻ നോക്കി. ലിറ്ററലി 4 പേർക്ക് കിടക്കാവുന്ന ഒരു ബെഡ്. ഞങ്ങൾ 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് മൈ റൂം ആൻഡ് ദാറ്റ് ഈസ് ദർ റൂം. അവിടെ ദാറ്റ് ഈസ് ദർ റൂം എന്ന് പറഞ്ഞാൽ അവിടെ അവരവിടെ റൂമിൽ പോയി. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബാക്കി നാളെ. ഗൈസ്, നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ എണീറ്റ് ഫ്രഷായി നമ്മൾ പോകാൻ വേണ്ടി പോവാണ് ബോസ്റ്റണിലേക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ പുറത്തേക്കുള്ള വ്യൂ. പ്രൊവിഡൻസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. റോഡ് ഐലൻഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബോസ്റ്റണിലേക്ക് പോകണം. സഞ്ജു റിയയും ഓൾറെഡി താഴെ പോയിട്ടുണ്ട്. സോ ഞാൻ പെട്ടിയെല്ലാം പാക്ക് ചെയ്തു. സോ വി വിൽ ഓൾസോ ഗോ ഡൗൺ ഗൈസ്. ഗുഡ് മോർണിംഗ്. സോറി ഗൈസ്, ഞാൻ ലേറ്റ് ആയോ? ഇല്ലല്ലോ. Yes, today we are honored to celebrate a very special guest, Miss Rebecca P. Hi, who's your special guest today? Miss Rebecca. Yeah, celebrity. Oh, she's a celebrity or something? No, it's a random person. Okay. Hi, Ikku baby, how are you? എങ്ങനെയുണ്ട് ഇപ്പൊ? പനിയുണ്ടോ? മൂക്കുലിപ്പുണ്ടോ? ഉണ്ടോ? You okay? Good boy അല്ലേ? എന്താ പേരെന്താ? Anjali. അത് ശരി. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളതാണോ? അല്ല, നിങ്ങളുടെ ഫോളോവർ ആണ്. അപ്പൊ നിങ്ങള് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. ഫോട്ടോ ഇട്ടായിരുന്നു. ഓക്കെ. ഇന്നലെ രാത്രി അവിടെ അത് കണ്ടിട്ട് മെസ്സേജ് അയച്ചോ? അത് ശരി. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നൈസ് ടു മീറ്റ് യു. അത് ഭയങ്കര സർപ്രൈസ് ആയി. ഞാൻ നവീൻ പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് പേര് നവീൻ. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ല ഞാനുള്ളത്? ഇല്ല, നവീൻ ഹസ്ബൻഡ് ആലപ്പുഴക്കാരനാ. പക്ഷെ ആള് ബോൺ ആൻഡ് ബോട്ടം ബിലായില, ഛത്തീസ്ഗഡ്. അപ്പൊ ആൾക്ക് അങ്ങനെ മലയാളി. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ 10 വർഷം കഴിഞ്ഞ കല്യാണം കഴിച്ചിട്ട് നിങ്ങക്ക് വട്ട. ഞാൻ ബോംബെയിലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് ലൈൻസിൽ വർക്ക് ചെയ്യായിരുന്നു. അത് ശരി. ഞാൻ മോഹൻലാലിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അറിയോ? അവൻ പറഞ്ഞു ഞാൻ 3 മോഹൻലാലിന്റെ കൂടെ മോഹൻലാലിന്റെ സിനിമ ഉണ്ടെന്ന്. മോഹൻലാലിന്റെ കൂടെ കണ്ടോ? എനിക്ക് വയ്യ. ഞാൻ മസ്കറ്റിലായിരുന്നു ചെറുപ്പത്തില്. അപ്പൊ അവര് 90s മോഹൻലാൽ ഷോ ചെയ്യാൻ വന്നപ്പോ ഞങ്ങളുടെ അവിടെ താമസം. അപ്പൊ ഞാൻ പോയി അപ്പൊ ഞാനത് റീസെന്റ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പോ എല്ലാരും പറഞ്ഞു, നീ ഭയങ്കര സെലിബ്രിറ്റി ഗിഫ്റ്റ് കിട്ടിയല്ലോ. കുറച്ച് പായസം ഞാൻ ഇന്നലെ സർപ്രൈസിന് എന്റെ ഫ്രണ്ടിനെ കാണാൻ പോയപ്പോ വരുന്ന വഴിയാ ഞാൻ പറഞ്ഞു. കുറച്ച് പായസം അവൾക്ക് അവള് ബേബി ആയിട്ട് ഇരിക്കായിരുന്നു. അപ്പൊ അവർക്ക് ഉണ്ടാക്കിയതാണ് പാൽ പായസം. അപ്പൊ സന്തോഷം കണ്ടല്ലേ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ആണോ? ശരിക്കും നമ്മൾ ഈ വണ്ടി ഫുൾ ചന്തയായി ബ്രോ. ഒരു ദിവസമൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ രാജ്യത്തെ ട്രിപ്പ് ഒക്കെ പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ? സാധനങ്ങൾ വലിയൊരു ട്രിപ്പിന് എടുക്കും. പെട്ടി വെച്ചുകൊണ്ടാണ് പോവാറുള്ളത്. ആണോ? അപ്പൊ അതാണ് ഇത്ര സീൻ വരാറില്ല ബ്രോ. അപ്പൊ നമുക്ക് നല്ല അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലോ? അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അമേരിക്കയിൽ വന്നാൽ കഴിക്കേണ്ടത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. 2 വെജിറ്റേറിയൻസിന്റെ കൂടെ നടക്കുമ്പോൾ അതായത് ഇവരുണ്ടല്ലോ, ഇവര് ഭയങ്കര ആൾക്കാരാ. ഞാനൊന്നും പറയുന്നില്ല, വെറുതെ എന്തിനാ വെറുതെ. ദോശ കഴിക്കാൻ പോയി രാവിലെ.
അത് രാവിലെ ഒക്കെ നല്ല അടിപൊളി നെയ്റോസ്റ്റും വടയും ചൂട് വടയൊക്കെ അവിടെ കിട്ടുന്നത് അത് കണ്ടുപിടിച്ചിട്ട് ഇടപെട്ടിരിക്കാം. ഞങ്ങള് എല്ലാ സിറ്റിയിലെയും സർവണ ഭവനുകൾ കവർ ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ വൺ ഓഫ് ദ ഡ്രീം. ഞങ്ങൾ ലണ്ടനിലൊക്കെ ഒരു 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഇപ്പൊ ജപ്പാനിൽ പോണം അങ്ങനെ. അല്ല അത് വലിയൊരു എക്സാമ്പിൾ ആണ്. കാരണം വെജിറ്റേറിയൻസ് ക്യാൻ ഓൾസോ ട്രാവൽ വെരി ഈസി എനിവേർ ഇൻ ദ വേൾഡ് എന്ന് പറയാം. ആക്ച്വലി യെസ് ആണ്. പക്ഷെ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഞങ്ങൾക്കും കുറെ ചലഞ്ചസ് ഉണ്ട്. ലൈക്ക് ടു ബി ഇൻ ദ ഗ്രൂപ്പ് ആവാനുള്ള. ബ്രോക്ക് പോയിട്ട് ഞാൻ എന്തും കഴിക്കും ബ്രോ. അല്ല ബ്രോക്ക് പോയിട്ട് ഇപ്പൊ രാവിലെ പോയിട്ട് അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ കൂടിയാണ്. ഇപ്പൊ ഞങ്ങളുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിന് സമയം കണ്ടെത്തണം, ബ്രോയുടെ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റിന് സമയം കണ്ടെത്തണമല്ലോ. അപ്പൊ സമയം നഷ്ടപ്പെടാണല്ലോ. എനിക്ക് പ്രശ്നമില്ല. ഞാൻ മസാല ദോശ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഞങ്ങളെ വീട്ടില് ഫുള്ള് വെജല്ലേ, അപ്പൊ നമുക്ക് എന്തും കഴിക്കാം. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ പൊതുവെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവര് ഇപ്പൊ വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് എവിടെയും ഡൈനിങ് പോലെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഗ്രാബ് ആൻഡ് ഗോ പോലെ എടുക്കും. ടേക്ക് അവേ വാങ്ങിക്കും അല്ലേ? അത് ശരിയാ. നമ്മൾ വിചാരിക്കുന്നതല്ല, പല സ്ഥലത്തും നമ്മൾ ഈ വെജിറ്റേറിയൻ എന്ന് പറയുന്ന പല ഇൻഗ്രീഡിയൻസിനകത്തും എന്തെങ്കിലുമൊക്കെ നോൺ വെജിറ്റേറിയൻ സാധനങ്ങൾ ഉണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും ബ്രോത്തോ അല്ലെങ്കിൽ അല്ലെ എല്ലാത്തിലും ഉണ്ടാവും എന്തെങ്കിലും വെജ് ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാത്തിലും ചിക്കൻ ബ്രോത്ത്. അതെ, അതാ ഒരു ടേസ്റ്റ് എൻഹാൻസ്മെന്റിന് വേണ്ടി വരുന്ന പല സംഭവങ്ങളും ഉണ്ടാവും. പിന്നെ ഇവര് വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കുറച്ച് ഇലകളും പച്ചക്കറിയും ഒക്കെയാണ്. അതിനകത്ത് ഇച്ചിരി മീറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അത് അങ്ങനെയാണ് പല സംഭവം. അപ്പൊ നമുക്ക് സ്പെഷ്യലി അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോ മീറ്റ്, നോ ഫിഷ്, നോ എഗ് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം പറഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ യൂറോപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വീഗൻസ് ധാരാളം ഉണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. യൂറോപ്പിൽ എവറിവെയർ യു വിൽ ഗെറ്റ് വീഗൻ ഫുഡ്. ലോസ് ഏഞ്ചൽസിന്റെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വീഗൻ റിസോർട്ട് സിസ്റ്റം പോലെ ഉണ്ട്. പിന്നെ അതുപോലെ മെയിൻ സിറ്റികളൊക്കെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നോ വേ ഒന്നും കിട്ടില്ല. ഒരു എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം കഴിച്ച് സർവൈവ് ചെയ്തിട്ടുണ്ട്. അത് ശരി, ഓക്കെ. അപ്പൊ ഈ വീഗൻ ഫുഡ് ഇപ്പൊ വളരെ പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട് യൂറോപ്പിലും. അതേപോലെ തന്നെ പല എയർലൈൻസിലും നമുക്ക് നേരത്തെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും വീഗൻ ഫുഡും വെജ് ഫുഡും ഒക്കെ. നിങ്ങൾ വെജിറ്റേറിയനും വീഗൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്യണം മീൽസ്, ഇല്ലെങ്കിൽ അവിടെയും കിട്ടൂല. ആ ബസ്സിന്റെ ബാക്കില് ഒരു കാറ് പോകുന്നത് കണ്ടോ? അത് ആ ബസ് ആ കാറിനെ അല്ല ഇതെന്താ സംഭവിക്കുന്നത്? ബസ് കാറിനെ ടോ ചെയ്തു. കാറിന്റെ ബാക്കിൽ ഒരു ബൈക്കും ഉണ്ട്. വാവ്, അടിപൊളി. നമ്മുടെ MBD ഒന്നും കാണണ്ടായത്. ആ ബസ് തന്നെ കണ്ടില്ലേ? അവരുടെ ക്യാമ്പർ വാനാണ്. ഒരു പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും. രണ്ട് സൈഡോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും ക്യാമ്പിന്റെ. അടിപൊളി. ഇതുപോലുള്ള ആൾക്കാരല്ലേ, പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും ബ്രോ? ഇവര് റിട്ടയർമെന്റ് കിട്ടുമല്ലോ. റിട്ടയർമെന്റ് അവർ കുറെ കാശ് കിട്ടുമല്ലോ, സോഷ്യൽ സെക്യൂരിറ്റി. അവർ ആ കാശ് വെച്ചിട്ട് ഇതുപോലെ ഒരു വലിയ വണ്ടി കൊണ്ട് വാങ്ങിക്കും. പിന്നെ അമേരിക്ക വെച്ചിട്ടാണ് ഇവരുടെ പരിപാടി. മിക്കവാറും ക്യാമ്പ് സെറ്റ് ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ 10-20 വണ്ടിയാണ്. അത് ഭയങ്കര എക്സ്പെൻസീവ് വണ്ടിയാണ്. $2 ലക്ഷം $2.5 ലക്ഷം അതിന്റെ വില സ്റ്റാർട്ടിങ്. അടിപൊളി. റോഡ് ഐലൻഡ് വളരെ ചെറിയൊരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ നമ്മൾ റോഡ് ഐലൻഡിൽ നിന്നും വിട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ റോഡ് ഐലൻഡ് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പം എന്താണ് ആ സ്ഥലപ്പേര് പറയാൻ കുറച്ച് പാടാണ്. കറക്റ്റ് മീ ഇഫ് ഐ പ്രൊനൗൺസ് ഇറ്റ് റോങ്. മാസച്യുസെറ്റ്സ്. അതാണ് അത്. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്ഥലപ്പേര് അമേരിക്കയിൽ വേറെ ഇല്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിന്റെ പേര് അത് പൊതുവെ കുറച്ച് പാടാണ്. അപ്പൊ മാസച്യുസെറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിലാണ് ബോസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ഇനി ബോസ്റ്റണിന്റെ തൊട്ടപ്പുറത്തായിട്ട് സേലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവരെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഇവിടെ? നമ്മുടെ സേലം ഉണ്ടല്ലേ, SALEM. അവിടെ സേലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സേലം ഭയങ്കര പ്രസിദ്ധമായ സ്ഥലമാണ്. അവിടെ സേലം വിച്ച് ക്രാഫ്റ്റിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലം. പിന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, പിന്നെ വേറെ ഏതാണ് MIT അല്ലേ, മാസച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇതൊക്കെ ബോസ്റ്റണിലാണ്. പിന്നെ വേറൊരാളും കൂടെ ഉണ്ട് ഒരു ബോസ്റ്റണില്, നമ്മുടെ ഒരു പഴയ ഗഡി. അതായത് വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം. ചേതനെ തെറി വിളിച്ച തെണ്ടി. ലവൻ ബോസ്റ്റണിലാണ്. അത് വേണ്ട, അമേരിക്ക അല്ലേ. അവനെ ഞാൻ കേരള പോലീസിനെ കൊണ്ട് ഇല്ല കോടതി വഴി ഞാൻ നാട്ടിൽ എത്തിച്ചോളാം. ഇതാണ് ന്യൂ ബാലൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണോ? ശരിക്കും അടിപൊളി. അതായത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഷൂസ് അല്ലേ ഇത്? ഈ കാണുന്ന ഷൂസ് ഉണ്ടോ? അതെ. ഈ കാണുന്ന നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ന്യൂ ബാലൻസ് ഷൂസ് ആ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ ബോസ്റ്റണിലാണ്. പിന്നെ ഞാൻ ട്രിപ്പ് അഡ്വൈസറിന്റെ ബിൽഡിംഗ് ആയിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെയാണോ ട്രിപ്പ് അഡ്വൈസറിന്റെ? പിന്നെ നമ്മുടെ booking.com കണക്റ്റിക്കട്ടായിരുന്നു. അത് നമ്മൾ കണ്ടില്ല. അതൊക്കെ ഈ പരിസരത്ത് ഈ ഭാഗത്തൊക്കെ തന്നെയാണ്.